നമസ്കാരം, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു പൊങ്കൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഡിഷാണ്. പൊങ്കൽ സ്പെഷ്യൽ ചക്കര പൊങ്കൽ. അപ്പോൾ ഒരുപാട് റിക്വസ്റ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നാണ് എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചത്. നാളെ പൊങ്കലാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് അല്ലേ. നമ്മുടെ ശർക്കര പായസം ഏതായിട്ടുള്ള അതുപോലെയൊക്കെ തന്നെ കുറച്ച് ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മലയാളികളും അതേപോലെ തന്നെ തമിഴ് ഫ്രണ്ട്സും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം എൻ്റെ അടുത്ത് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പൊങ്കൽ ആശംസകൾ. ഹാപ്പി പൊങ്കൽ. പൊട്ട് വൈകേണ്ടത് നമുക്ക് എങ്ങനെയാണ് ചക്കര പൊങ്കൽ തയ്യാറാക്കാൻ നോക്കിയിട്ട് വരാം. ഓക്കെ, കുറച്ചധികം മുന്തിരി ഉണ്ടെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ പൊങ്കൽ സ്പെഷ്യൽ ചക്കര പൊങ്കൽ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് അരിയാണ്. ഇത് പച്ചരിയാണ്. ഇത് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായി കഴുകിയതിന് ശേഷം ഇതേപോലെ അരിപ്പയിൽ വെള്ളം പാലാൻ വെച്ച് നന്നായി ഉണക്കി എടുത്തിരിക്കുന്ന അരിയാണിത്. ഓക്കെ, ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിറയെ അഴുക്കുണ്ട്. അഴുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിത് കഴുകി കഴിഞ്ഞാൽ ഒരുപാട് കളർ ഇളകി പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു ഇവിടെ നിന്ന് വാങ്ങിക്കുന്ന പച്ചരി. പക്ഷെ നാട്ടിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എനിക്ക് ഇത്ര കളർ ഇളകുന്ന പോലെ ഫീൽ ചെയ്യാറില്ല. അതുകൊണ്ട് നന്നായി കഴുകിയതിന് ശേഷം വെള്ളം പാലാൻ വെക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ചെറുപയർ പരിപ്പാണ്. അത് പിന്നെ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അപ്പം ആദ്യം നമുക്ക് അരി ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി ചൂടാക്കുക. അതിലോട്ട് ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നെയ്യ് ഒഴിച്ചു കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആകെ ഒട്ടിപ്പിടിക്കില്ല. അതായത് ആകെ മഷി പോലെ ആയിട്ടുണ്ടാവും. അതുപോലെ ആവാൻ പാടില്ല. നന്നായി വേവണം. പക്ഷെ അത് ഓവറായിട്ടൊന്നും കുഴഞ്ഞിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യിൽ വഴറ്റാൻ പറയുന്നത്. നെയ്യ് താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതൊന്ന് മെൽറ്റ് ആവട്ടെ. അതിനുശേഷം നമുക്ക് അരി ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നെയ്യ് ഉരുകിയിട്ടുണ്ട്. ഞാൻ ഒരു 1/2 ടീസ്പൂൺ നെയ്യ് മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അത് എനിക്ക് നെയ്യിൻ്റെ സ്മെൽ അധികം ഇഷ്ടമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം. അപ്പോൾ അതിലോട്ട് അരി ഇട്ട് കൊടുക്കാം. പച്ചരിയാണേ. ഇപ്പോൾ ഇത് 1/2 ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുത്ത് കഴുകി വാലാൻ വെച്ചത്. അതായത് 5 ടേബിൾ സ്പൂൺ പച്ചരിയാണ് ഇതിൻ്റെ കണക്ക്. ഞാൻ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി ചെയ്ത് കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇതൊരു 3-4 പേർക്കൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഇരട്ടി വേണമെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് അരി എടുക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇതിൻ്റെ ആ ഒരു പച്ചച്ചോ മാറുന്ന വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓവറായിട്ട് ഫ്രൈ ആവണ്ട. നമുക്ക് തൊട്ട് നോക്കുമ്പോൾ നന്നായി ഒന്ന് ചൂടുണ്ടാവണം. അത്ര മതിയാവും. ചക്കര പൊങ്കൽ തമിഴ്നാട്ടിൽ പല ഏരിയയിലും പല രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ തൃശ്ശൂർ ചെയ്യുന്ന പോലെയല്ലല്ലോ തിരുവനന്തപുരത്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ കാസർഗോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ തമിഴ്നാട്ടിൽ പഠിച്ചിട്ടുള്ള കാര്യം പല തരത്തിലുള്ള ചക്കര പൊങ്കൽ ഞാൻ കഴിച്ചിട്ടുണ്ട്. ഈവൻ ഇപ്പം ദിണ്ടിഗലിലാണെങ്കിൽ തന്നെ ഇപ്പം എൻ്റെ ഒരു ലോക്കൽ ഗാർഡി ഉണ്ടായിരുന്നു, ഓമൻ ആൻറ്റിയുടെ വീട്ടിലുണ്ടാക്കുന്ന ചക്കര പൊങ്കലിൻ്റെ ടേസ്റ്റ് അല്ല അപ്പുറത്തെ സുന്ദര സാറിൻ്റെ വീട്ടിലുണ്ടാക്കുന്നത്. അപ്പോൾ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് ഈ റെസിപ്പി കാണിച്ചു തരുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലെ നെയ് പായസമില്ലേ, ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ട് ഇതിന് മുൻപായിട്ട്. ആ നെയ് പായസത്തിൽ നിന്ന് കുറച്ച് മാത്രം വ്യത്യാസമുള്ളൂ ചക്കര പൊങ്കലിന്. അതായത് നെയ് പായസം നമ്മൾ ഉണക്കലരിയിലാണ് ചെയ്യുന്നത്. മാത്രമല്ല അതിൽ ചെറുപയർ പരിപ്പ് ഉണ്ടാവില്ല. അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ്. പക്ഷെ ടേസ്റ്റിന് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. കാരണം ചെറുപയർ പരിപ്പ് വരുമ്പോൾ തന്നെ ആ ടേസ്റ്റിൽ ഡിഫറൻസ് വരും. അപ്പോൾ സാധാരണ രീതിയിൽ ചിലവർ 1:1, അതായത് 1 കപ്പ് അരിക്ക് 1 കപ്പ് പരിപ്പിടാറുണ്ട്. അതേസമയം ചിലവർ 1 കപ്പ് അരിക്ക് 1/2 കപ്പ് പരിപ്പിടാറുണ്ട്. അപ്പോൾ എനിക്ക് അധികം പരിപ്പിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ അതിൽ വളരെ കുറച്ച് പരിപ്പ് ചേർത്തിട്ടുള്ളൂ. അതേസമയം നിങ്ങൾക്ക് പരിപ്പ് കൂടുതൽ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ പരിപ്പിന്റെ അളവ് കൂട്ടി കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1/2 ഗ്ലാസ് അരിക്ക് 2 ടേബിൾ സ്പൂൺ മാത്രമേ ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടൊരു ടേസ്റ്റ് വരുന്നുണ്ട്. പരിപ്പിന് ഓവറായി കഴിഞ്ഞാൽ പരിപ്പ് പായസം കഴിക്കുന്ന പോലെ നമുക്ക് ഫീലിംഗ് വരുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിക്കോളൂ. പിന്നെ ചിലവർ പാലിൽ വേവിക്കുന്നവരുണ്ട്, വെള്ളം കൂടാതെ പാലൊഴിക്കുന്നവരുണ്ട്. പക്ഷെ ഞാനിതിൽ പാലൊഴിക്കുന്നില്ല. എനിക്ക് ആ ചക്കര പൊങ്കലിൽ പാലിൻ്റെ ടേസ്റ്റ് വലിയ താല്പര്യം തോന്നാറില്ല. അപ്പോൾ നിങ്ങൾക്ക് പാല് താല്പര്യമാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ കൂട്ടത്തിൽ കൂടെ പാലും കൂടെ ഒഴിച്ചിട്ട് വേവിച്ചോളൂ. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ഒരു അളവ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് മതിയാവും കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടായിട്ടുണ്ട് നമ്മുടെ അരി. നമുക്ക് അത് മാറ്റി വയ്ക്കാം. ഇനി സെയിം പാത്രത്തിലോട്ട് തന്നെ ഒരു 2 ഡ്രോപ്സ് നെയ്യ് ഒഴിക്കുക. വീണ്ടും നമ്മുടെ കഴുകി വെള്ളം പാലാൻ വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പ്, അതായത് മൂങ് ദാലാണ് കേട്ടോ. നമ്മളെ ചെറുപയറില്ലേ അതിന്റെ പരിപ്പാണിത്. ഇത് ഞാൻ 2 ടേബിൾ സ്പൂണാണ് അളന്ന് വെച്ചിരിക്കുന്നത്. നന്നായി കഴുകി വെള്ളം കളഞ്ഞു വെച്ചിരിക്കുന്ന പരിപ്പാണിത്. ഇത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കൂടുതൽ പരിപ്പ് താല്പര്യമാണെന്നുണ്ടെങ്കിൽ അതിന്റെ അളവ് കൂട്ടി കൊടുത്തോളൂ. ഇത് ഇതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക.
ഓവറായിട്ട് കരിയാൻ പാടില്ല. നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും ഇത് റെഡി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. നമ്മുടെ പരിപ്പിൻ്റെ നല്ല ഫ്രൈ ആയിട്ടുള്ള ആ ഒരു പച്ചച്ചൊവയൊക്കെ മാറിക്കഴിഞ്ഞാൽ ഒരു നല്ല സ്മെല്ല് വരും. ആ സ്മെല്ല് വരുന്ന സമയത്ത് നമുക്കിത് റിമൂവ് ചെയ്യാം. പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം മാത്രം ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ. എനിക്ക് വെൺപൊങ്കലിൻ്റെ റെസിപ്പി റിക്വസ്റ്റ് വരുന്നുണ്ട്. ഇതെന്താ കുഴപ്പമെന്ന് അറിയാം, ഇവിടെ എൻ്റെ മക്കൾക്കും ജാനും എനിക്കും വലിയ താല്പര്യമില്ല ഈ വെൺപൊങ്കൽ. ഈ ചക്കര പൊങ്കൽ പിന്നെയും കുഴപ്പമില്ല, വെൺപൊങ്കൽ എന്താണോ എനിക്ക് അത്ര താല്പര്യമില്ല. എൻ്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമുള്ളതാണ് വെൺപൊങ്കൽ. അപ്പോൾ ഞങ്ങളിപ്പോൾ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്യും. അച്ഛന് ഏത് റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാലും ഓർഡർ ചെയ്യുന്ന കാര്യമാണ് വെൺപൊങ്കൽ. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മസാല ദോശ അല്ലെങ്കിൽ നെയ് റോസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമാണ് എപ്പോഴും ഓർഡർ ചെയ്യാറ്. എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം കാണിച്ചു തരാം വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ. ഇപ്പോൾ തൽക്കാലം നമ്മുടെ പൊങ്കൽ സ്പെഷ്യലായിട്ടുള്ള ഈ സ്വീറ്റ് പൊങ്കൽ എന്തായാലും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കഴിക്കാത്ത മലയാളികളും നമ്മുടെ തമിഴ്നാട്ടിൻ്റെ ടേസ്റ്റും അറിയണ്ടേ അല്ലേ? അപ്പോൾ ഏകദേശം ആവാറായിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സ്മെല്ല് ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് മതിയാകും. അപ്പോൾ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല ചൂടുണ്ടാവും. അപ്പോൾ നമുക്കിനി ഇത് റിമൂവ് ചെയ്യാം. ഇത് ഇനി കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അരിയുടെ കൂടെ ഇതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പും അരിയും ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലോട്ട് ഇത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാനൊരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. പിന്നെ വെള്ളം ആവശ്യം ഉണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 1 2 3. ഇത് നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം 2 വിസിൽ. അതിനുശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. പിന്നെ ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യാം. മീഡിയം ഫ്ലെയിമാണ്, ഹൈ ഫ്ലെയിം അല്ല കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ഞാനപ്പോൾ അരിയും പരിപ്പും വേവിക്കാൻ വേണ്ടിയിട്ട് മറ്റേ അടുപ്പിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ 250 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആവശ്യമുള്ള മധുരത്തിനനുസരിച്ച് ശർക്കരയുടെ അളവ് മാറ്റം വരും. ഞാനിപ്പോൾ മീഡിയം രീതിയിലുള്ള മധുരമാണ് എപ്പോഴും ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് 250 ഗ്രാം എടുത്തിരിക്കുന്നത്. അതേസമയം നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ 300 ഗ്രാമോ 350 ഗ്രാമോ വരെ ആവാം. ഓക്കെ, ചെറിയ ബ്ലോക്ക് ശർക്കരയാണെന്നുണ്ടെങ്കിൽ 3 കട്ട ശർക്കര, അതാണ് അതിൻ്റെ അളവ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ചീകിയതിന് ശേഷം ഉരുക്കിയെടുക്കണം. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ഈ കത്തിയുടെ പേര്. ഈ കത്തിയുടെ പേര് ഫിക്സ് വെൽ എന്നാണ് കേട്ടോ. അപ്പോൾ ഇത് ജർമ്മൻ മേഡാണ്. ഞാൻ 2-3 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ലൈവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈവിൽ ഈ കത്തി കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും ഒരുപാട് പേര് കത്തിയുടെ പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ ഫിക്സ് വെൽ. ഓക്കെ, ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ്. പക്ഷെ ഇതേപോലെ ഷേപ്പിൽ വേറെ കമ്പനികളും ഇറക്കുന്നുണ്ട്. പക്ഷെ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് മരത്തിന്റെ പിടിയാണ്. മറ്റേത് പ്ലാസ്റ്റിക്കിന്റെ പിടിയായിട്ടും ബ്രൗൺ കളറിൽ കാണാറുണ്ട്. അതല്ല, മരത്തിന്റെ പിടിയുള്ള ഫിക്സ് വെൽ എന്ന കമ്പനിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, മറയൂർ ശർക്കരയാണ് കേട്ടോ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. ഈ ശർക്കര, ഈ ബ്രൗൺ കളർ ശർക്കര ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഓഫ് വൈറ്റ് കളറിലൊക്കെയുള്ള ശർക്കര അവൈലബിൾ ആണ്. അതായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ പായസത്തിന് കളർ കുറവാകുന്ന മാത്രമേ ഉള്ളൂ. പക്ഷേ ടേസ്റ്റ് ഒക്കെ സെയിം തന്നെ ആയിരിക്കും. ഏത് ശർക്കരയാണെങ്കിലും കുഴപ്പമില്ല, ഈവൻ ചക്കരയാണെങ്കിലും കുഴപ്പമില്ല. പഞ്ചസാരയിൽ നമ്മൾ സാധാരണ ചക്കര പൊങ്കൽ ചെയ്യാറില്ല. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിയായിട്ട് ഇട്ടതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് ഉരുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഉരുക്കി കിട്ടും. ഇതുപോലെ തന്നെ മൊത്തത്തിൽ ശർക്കര ചീകിട്ടതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിക്കാം കേട്ടോ. 1 ഗ്ലാസ് വെള്ളം ഈ ശർക്കരയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി അങ്ങ് ഉരുകട്ടെ. ഉരുകിയതിന് ശേഷം നമുക്ക് ഇത് സ്ട്രെയിൻ ചെയ്തെടുത്ത് വെക്കണം. കാരണം ഇതിനുള്ള അഴുക്കുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അരിപ്പയിൽ കൂടെ അരിച്ചതിന് ശേഷം നമുക്ക് ഈ പാനി എടുത്ത് മാറ്റി വെക്കാം. ശർക്കര നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. നമുക്കിത് അരിച്ച് മാറ്റി വെക്കട്ടെ ഞാനിത്. ഇനി നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം എപ്പോഴും അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ. അതില്ലെങ്കിൽ ഇട്ട വശം തന്നെ അതങ്ങ് കരിഞ്ഞു പോകും. നമ്മൾ ഉദ്ദേശിക്കുന്ന ഫ്ലേവർ അണ്ടിപ്പരിപ്പിന് കിട്ടൂല. അതുകൊണ്ട് ചെറിയ തീയിലിട്ടതിന് ശേഷം നന്നായിട്ട് അങ്ങ് റോസ്റ്റ് ആവുന്നവരെ അങ്ങ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. ഒരുപാടൊന്നും വേണ്ട അണ്ടിപ്പരിപ്പ്. നിങ്ങൾക്ക് നമ്പർ കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുത്തോളൂ. ഞാനിപ്പോൾ ഒരു 5-6 അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുള്ളൂ. ഇത് ഗോൾഡൻ കളർ ആവട്ടെ. അതിനുശേഷം എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം മാത്രം ഞാൻ എപ്പോഴും കിസ്മിസ് ഇടാറുള്ളൂ. ഒരുമിച്ച് ഞാൻ ഒരിക്കലും അണ്ടിപ്പരിപ്പും കിസ്മിസും വറക്കാറില്ല. ഇപ്പോൾ ചെറിയൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. കോരി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് കിസ്മിസ് ഇട്ടിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ ഒരു 10-15 കിസ്മിസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കിസ്മിസ് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. എപ്പോഴും ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ഒന്നും അത് വീർത്ത് വരുന്ന സമയത്ത് അങ്ങ് കോരി മാറ്റി വെക്കുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. കോരി മാറ്റി വെക്കുക കേട്ടോ. 2 വിസിൽ വന്നപ്പോൾ തന്നെ ഞാനിത് ഓപ്പൺ ചെയ്തു കേട്ടോ. നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട്. കൈ കൊണ്ട് തൊട്ട് നോക്കി തന്നെ അറിയാൻ പറ്റും. അതേസമയം ഓവറായിട്ട് അങ്ങ് കുഴഞ്ഞു പോയിട്ടുമില്ല. എല്ലാം എന്താ പറയുക, പരിപ്പും അരി ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്. ഓവറായി കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്നറിയോ, നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഇരിക്കും തോറും ആ പായസത്തിന്റെ ടേസ്റ്റ് അങ്ങ് കുറയുന്ന പോലെ ഫീൽ ചെയ്യും. നമുക്ക് ഇനി ഇതിലോട്ട് ഒരു 1/2 ഗ്ലാസോളം ചൂടുവെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ട് ചേച്ചിക്ക് ആദ്യം തന്നെ 3.5 ഗ്ലാസ് വെള്ളത്തിൽ അരി കുക്ക് ചെയ്ത് വിടാമെന്ന്. പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ അരി അങ്ങ് ഓവറായിട്ട് അങ്ങ്
കുക്കായി പോകും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം 3 ഗ്ലാസ് ഒഴിച്ചിട്ട് കുക്ക് ചെയ്തത്. ഇതിലോട്ട് 1/2 ഗ്ലാസ് നല്ല ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കരുത് കേട്ടോ, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ. പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തത് മുഴുവൻ വെള്ളത്തിലായി പോകും. ആ ഒരു പച്ചച്ചുവ വരും പായസത്തിന്, അതുണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ അത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കും. ഇനി നമുക്കിതിലോട്ട് മാറ്റി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ശർക്കരപ്പാനി മുഴുവൻ ഒഴിക്കണമെന്നൊന്നുമില്ല, ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ആവശ്യത്തിനുള്ള മധുരം റെഡി ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ശർക്കരപ്പാനി അവിടെ വെച്ച് നിർത്താം. അപ്പം ഞാനിവിടെ ഒരു ഗ്ലാസ്സിൽ അരിച്ചു വെച്ചിട്ടുണ്ട്, ഒഴിച്ചു കൊടുത്ത് 3/4 ഭാഗം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് നോക്കുക. ഇനി ഞാൻ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ, മധുരത്തിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നോക്കട്ടെ. പിന്നെ ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ കയ്യിലുള്ള ശർക്കരനുസരിച്ച് കളർ വ്യത്യാസം വരും. ഇപ്പോൾ ബ്രൗൺ ശർക്കര അല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് ശർക്കര ആണെങ്കിലും ടേസ്റ്റ് ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല, കാണാൻ മാത്രം ആ ചേഞ്ച് വരുന്നൊന്നും മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഉള്ളത് വെച്ചിട്ട് ചെയ്യൂ, അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക. നമ്മൾ തീ ഓൺ ചെയ്യുക, നന്നായി തിളയ്ക്കേണ്ടതിൽ കിടന്നിട്ട് തീ ഞാൻ പറഞ്ഞില്ലേ ഇത് വറ്റുമ്പോൾ കറക്റ്റ് ആയിക്കോളും. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ നോക്കട്ടെ. അല്പം ഉപ്പിട്ട് കൊടുക്കണം, മധുരത്തിൻ്റെ ബാലൻസ് ചെയ്യാൻ ഉപ്പ് അത്യാവശ്യമാണ്. ഒരുപാടൊന്നല്ല, ഒരു നുള്ളു ഉപ്പ് മാത്രം. എനിക്ക് ശരിക്കും പറഞ്ഞാണെങ്കിൽ ഈ മധുരം കറക്റ്റാണ്, കുറച്ച് മാത്രം ഒഴിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഒഴിച്ചു കൊടുത്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നെ ശർക്കരപ്പാനി ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കാം, വന്നിട്ട് എപ്പോൾ ആവശ്യമുള്ളപ്പോഴും ഉപയോഗിക്കാം. കേടാവില്ല ശർക്കരപ്പാനി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ. ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചു വെച്ചാൽ മതി. കുറേ ദിവസം സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ചോളൂ. ഇനി നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കയുടെ പൗഡറിൻ്റെ അളവൊക്കെ നിങ്ങൾ ഡിസൈഡ് ചെയ്യണം എത്ര വേണം എന്നുള്ള കാര്യം. ഒരു ഫ്ലേവർ വരണം എന്തായാലും. ഇത് കുറച്ച് നേരം ഒന്ന് ഇതിൽ കിടന്ന് തിളച്ച് കഴിഞ്ഞാലാണ് എല്ലാതും ഒരുമിച്ച് അങ്ങ് നന്നായിട്ട് അങ്ങ് മിക്സായി ആ ഫ്ലേവറൊക്കെ കറക്റ്റ് വരുള്ളൂ. അപ്പോൾ തണുക്കുമ്പോൾ കട്ടയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കൺസിസ്റ്റൻസി ലൂസായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പം ഭയങ്കര വെള്ളമാണെന്നല്ലോ, പൊങ്കൽ ഇങ്ങനെയല്ലല്ലോ എന്ന്. പക്ഷെ കട്ടിയാവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചേച്ചി എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്നുള്ള കാര്യം. കാരണം നമ്മൾ ആദ്യം തന്നെ വെള്ളം കുറച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ രാവിലേക്ക് ഉണ്ടാക്കി കുറച്ച് കഴിയുമ്പോഴേക്കും അത് കട്ടിയായി കഴിഞ്ഞാൽ ഒരുമാതിരി ഭയങ്കര കട്ടി പായസമായിരിക്കും, ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാരണം. അപ്പോൾ ഇത് ഓവറായിട്ട് അങ്ങ് മാഷ് ആയിട്ടുമില്ല, പക്ഷേ അത്യാവശ്യത്തിന് വെന്തിട്ടുമുണ്ട്. അതൊരു കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. എനിക്ക് കറക്റ്റാണ് കേട്ടോ, പാകം മധുരമാണ്, അടിപൊളിയായിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഇട്ട് കൊടുക്കും. ഞാൻ പിന്നെ കുറച്ച് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കും. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാം ഒരുമിച്ചിട്ട് കൊടുക്കാം. പിന്നെ അല്പം ഞാൻ 1 ടീസ്പൂൺ നെയ്യിലേക്ക് ഒഴിക്കാൻ പോവാണ്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നെയ്യ് ഒഴിക്കേണ്ട. അതേസമയം നെയ്യ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നെയ്യിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം. ആ ശർക്കര പൊങ്കലിന് നെയ്യ് ഇട്ടില്ലെങ്കിൽ നമ്മൾ പൊങ്കലിന് സങ്കടമാവും. അപ്പോൾ 1 ടീസ്പൂണോളം നെയ്യ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്. അതേസമയം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നാളികേരക്കൊത്ത് ഈ അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തില്ല അതേപോലെ തന്നെ നാളികേരക്കൊത്ത് വറുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് അത് എന്താണ് ഇഷ്ടം അതനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ നാളികേരം ഇട്ടതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാൻ പോവുകയാണ്. അതും നിർബന്ധങ്ങളൊന്നുമില്ല, പക്ഷെ നാളികേരം ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും, നമ്മുടെ ശർക്കര പായസത്തിൻ്റെ പോലെ തന്നെ. ഒരുപാടിൻ്റെ ആവശ്യമൊന്നുമില്ല, 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇത് തികച്ചും ഓപ്ഷണലാണെന്ന് മാത്രം. നാളികേരം ഉപയോഗിക്കാത്ത ആൾക്കാർക്ക് അത് ഇടണ്ട. ജസ്റ്റ് ഒന്ന് തിളക്കട്ടെ, അതിനുശേഷം അതായത് നാളികേരത്തിൻ്റെ ആ ഫ്ലേവറൊക്കെ ഇതിലോട്ട് വന്നതിന് ശേഷം നമുക്കങ്ങ് ഓഫ് ചെയ്ത് വെക്കാം. വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. കാരണം ഇപ്പോൾ 3 അടുപ്പുണ്ടെങ്കിൽ ഒരടുപ്പിൽ ശർക്കര ഉരുക്കാൻ വെക്കുക, മറ്റടുപ്പിൽ ഇതേപോലെ തന്നെ അരിയും പരിപ്പും കുക്ക് ചെയ്യുക, പിന്നെ മറ്റേ അടുപ്പിൽ അണ്ടിപ്പരിപ്പൊക്കെ വറുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് നമ്മുടെ ശർക്കര പൊങ്കൽ അല്ലെങ്കിൽ ചക്കര പൊങ്കൽ, സ്വീറ്റ് പൊങ്കൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ പൊങ്കലിൻ്റെ അവസരത്തിൽ എല്ലാവരും തയ്യാറാക്കി നോക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എൻ്റെ അടുത്ത് പറയാൻ മറക്കരുത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ പലരും അത് പറയാൻ മറക്കാണ് എൻ്റെ അടുത്ത്. നിങ്ങൾ പറഞ്ഞാലല്ലേ എനിക്കത് വീണ്ടും ചെയ്യാൻ നല്ല റെസിപ്പീസ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരാൻ തോന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് മതിയായി. ഞാൻ ഓഫ് ചെയ്യാണ്. ഒരു 5 മിനിറ്റോളം നമ്മളിപ്പോൾ ഇത് കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് ഓഫ് ചെയ്ത് വെക്കണം, അത് മറക്കരുത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ തണുക്കുമ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് ഹാർഡായിട്ട് മാറും. അപ്പോൾ ഞാൻ ഓഫ് ചെയ്തു. ഇത്രയുള്ള പരിപാടി നമ്മുടെ പ്രിയപ്പെട്ട ചക്കര പൊങ്കൽ. പിന്നെ വേറൊരു കാര്യം ഉണ്ടായിരുന്നു, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പാലൊഴിക്കണതിൻ്റെ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് പാൽ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ 3 ഗ്ലാസ് വെള്ളമല്ലേ ഒഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പാൽ വേണമെന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ് വെള്ളവും 1 ഗ്ലാസ് പാലുമാണ് ഒഴിക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് അതിൽ അരിയും പരിപ്പും വേവിച്ചെടുക്കുക കേട്ടോ. ആ ടേസ്റ്റ് അതിൽ ഓരോന്ന് ചേർക്കുമ്പോഴും അതിൻ്റെ ടേസ്റ്റിന് വേരിയേഷൻസ് വരും. ഓക്കെ, അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. Hey Google, who is the first man to be on the moon? Something went wrong. Try again in a few seconds. Actually, I think I need to say what country. Let me ask. I think I should say which country he is from. I think he is from America. Who is the first man to step on the moon from America?
On the website nasa.gov, they say Neil Armstrong, Edwin Buzz Aldrin, and Michael Collins were the astronauts on American. Apollo 11. Hey Google,